നമസ്കാരം. സംസ്ഥാനം കാത്തിരുന്ന ആ വലിയൊരു ധനസഹായം 2 മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പറഞ്ഞ ദിവസം തന്നെ സർക്കാർ വിതരണം ആരംഭിക്കുകയും ഇപ്പോൾ വിതരണം ഏകദേശം പൂർത്തിയാവുകയും ചെയ്തിരിക്കുകയാണ്. 1600-ന്റെ 2 ഗഡുക്കൾ, അതിൽ ഒരു ഗഡു കുടിശ്ശികയും അതോടൊപ്പം തന്നെ ഒരു ഗഡു തനത് മാസത്തിലെ ജനുവരി മാസത്തിൻ്റെതും ആ വിഹിതവും ചേർത്താണ്. അങ്ങനെ നമുക്ക് 3200 രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കൈകളിൽ തുക സ്വീകരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഇനിയും തുക ലഭിക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പല മേഖലകളിലേക്കും സഹകരണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ വരുന്നത് വരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കേണ്ടതാണ്. വീടുകളിലേക്ക് അവർ എത്തുന്നതിന് കുറച്ചൊക്കെ താമസമുണ്ടായേക്കാം. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഫെബ്രുവരി മാസം 3-ാം തീയതി വരെയാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അവസാന സമയമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും സമയം ഉള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ആ ദിവസത്തിനൊക്കെ മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്നതാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൈകളിലേക്ക് ഈ 3200 രൂപ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ആനുകൂല്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്ന നിരവധിയായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ 300 രൂപ അല്ലെങ്കിൽ 500 രൂപയൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും. 2 മാസത്തെ ഗഡുവാകുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം തുക നമുക്ക് കുറഞ്ഞിട്ടുണ്ടാകും. ഈ തുക അത് ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതിനെ വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള തുകയും കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള തുകയും അത് ഉദ്യോഗസ്ഥർ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് അക്കൗണ്ടാണോ ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് ധനസഹായം എത്തിച്ചേരുക. 2 ഗഡുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര വിഹിതമായിട്ട് പരമാവധി 1000 രൂപ വരെ അങ്ങനെയുള്ളവർക്കും ലഭിക്കുന്നതാണ്. ഇനി നിലവിൽ ഇപ്പോൾ 3200 രൂപ ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കുക. ഇനി ലഭിക്കാനായിട്ട് ബാക്കിയുള്ളത് നമുക്ക് 4800 രൂപയുടെ കുടിശ്ശിക ധനസഹായമാണ്. 3 ഗഡുക്കൾ മാത്രമാണ് സർക്കാരിൻ്റെ കുടിശ്ശികയായിട്ട് ഇനിയിപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിൽ അവശേഷിക്കുന്നത്. ഈ തുക അത് 2025-26 സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെയും അത് ഈ വർഷം തന്നെ അതിൻ്റെ വിതരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. അതായത് ഏപ്രിൽ മാസത്തോടുകൂടി നമുക്കറിയാം 2025-26 സാമ്പത്തിക വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. അതുമാത്രവുമല്ല, പ്രത്യേകിച്ചും ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു ധനസഹായം അതിന് മുൻപ് തന്നെ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുന്നതിനായിരിക്കും സർക്കാർ പ്രാധാന്യം കൊടുക്കുക. ഇനി അതുമാത്രമല്ല, പെൻഷൻ തുകയിൽ വർധനവും ഇപ്പോൾ ചൂട് പിടിച്ചു വരികയാണ്. ഫെബ്രുവരി മാസം നമുക്കറിയാം സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന ബജറ്റിൽ ഈ ഒരു പെൻഷൻ ആനുകൂല്യത്തിൻ്റെ തുകയിൽ വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് തന്നെ ഈ ഒരു ധനസഹായം മാറുകയും ചെയ്യും. ഏതാണ്ട് 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്. അപ്പോൾ അത്രയും പേർക്ക് ആശ്വാസകരമായി തന്നെ ഈ ഒരു തീരുമാനം നൽകിക്കഴിഞ്ഞാൽ അത് സർക്കാരിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു നേട്ടത്തിന് വഴിയൊരുക്കും എന്നൊരു നിഗമനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം പരിഗണിച്ചു തന്നെയായിരിക്കും സർക്കാർ ഈ സമയത്ത് പ്രത്യേക തീരുമാനങ്ങളിലേക്ക് പോവുക. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് നൽകേണ്ടതായിട്ടുള്ള മറ്റു പല ആനുകൂല്യങ്ങളും അത് കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക തയ്യാറെടുപ്പുകൾ ഈ 2025-26 സാമ്പത്തിക വർഷത്തിൽ തന്നെ സർക്കാർ നടത്തുന്നതായിരിക്കും. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ജനുവരി മാസം 31-ന് മുൻപ് തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ഒക്കെ തന്നെ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കേണ്ടത്. ഇനി ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യം നിലവിലിപ്പോഴില്ല. പക്ഷേ നമുക്കറിയാം വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇനി അതുപോലെ തന്നെ വാർഷിക മസ്റ്ററിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വർഷവും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ തീയതികളും അറിയിപ്പുകളും വളരെ വൈകാതെ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. പെൻഷൻ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശന പരിശോധനകളാണ് സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം മുതൽ രേഖകളെല്ലാം തന്നെ വളരെ കൃത്യസമയത്ത് തന്നെ ഹാജരാക്കണമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ജനുവരി മാസം 31-ന് മുൻപ് തന്നെ സമർപ്പിക്കേണ്ടതാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഒരു രേഖയും പുതുതായിട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് സഹായം അക്കൗണ്ടിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.